ബാംഗ്ലൂർ പോലെയുള്ള ചെന്നൈ പോലെയുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ സജീവമായിരുന്ന ഓൺലൈൻ ബൈക്ക് ടാക്സി ഇപ്പോൾ നമ്മുടെ കേരളത്തിലും സജീവമാണ്. ഊബർ, റാപ്പിഡോ പോലെയുള്ള ഓൺലൈൻ ആപ്ലിക്കേഷനുകളിലാണ് ഇത്തരത്തിൽ ബൈക്ക് ടാക്സി കൂടി കഴിഞ്ഞ കുറച്ച് നാളുകളായി സജീവമായി തുടങ്ങിയിട്ടുള്ളത്. ഈ ഓൺലൈൻ ബൈക്ക് ടാക്സി സുരക്ഷിതമാണോ എന്ന കാര്യമാണ് നമ്മൾ പരിശോധിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇപ്പോൾ ഓടുന്നതിലുള്ള അധികം ബൈക്ക് ടാക്സികളും ഇത്തരത്തിൽ സ്വകാര്യ വാഹനങ്ങളാണ്. യാഥാർത്ഥ്യത്തിൽ സ്വകാര്യ വാഹനങ്ങൾ ഇത്തരത്തിലുള്ള ബൈക്ക് ടാക്സി സർവീസുകളായി ഓടുവാൻ കഴിയുന്നതല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊച്ചിയിൽ ഉൾപ്പെടെ കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഇത്തരത്തിൽ അനധികൃതമായി ഓടുന്ന സ്വകാര്യ ബൈക്ക് ടാക്സികൾ വ്യാപകമായി തന്നെ RTOയും പോലീസുമെല്ലാം കസ്റ്റഡിയിലെടുത്തിരുന്നു. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഓൺലൈൻ ടാക്സികളായി ബൈക്കുകൾക്ക് ഓടുവാൻ കഴിയുന്നതാണ്. എന്നാൽ ഇത്തരത്തിൽ ബൈക്കുകളുടെ നമ്പർ പ്ലേറ്റിലടക്കം ചില മാറ്റങ്ങൾ വരുത്തണം. അതൊരു നിലവിൽ നമുക്കറിയാം, ടാക്സികളായി ഓടുന്ന കാറുകളുടെ എല്ലാം നമ്പർ പ്ലേറ്റുകൾ മഞ്ഞ നിറത്തിലാണ്. അതിനുവേണ്ടി ചില മാറ്റങ്ങൾ വരുത്താറുണ്ട്. അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഈ ബൈക്ക് ടാക്സിയിലും വരുത്തേണ്ടതായിട്ടുണ്ട്. അതായത് വെള്ള നിറത്തിലുള്ള നമ്പർ പ്ലേറ്റ് വെച്ചിട്ടുള്ള ബൈക്കുകൾ ഇത്തരത്തിൽ ഓൺലൈൻ ടാക്സികളായി ഓടുവാൻ കഴിയുന്നതല്ല. അത്തരത്തിൽ നമ്പർ പ്ലേറ്റുകൾ മഞ്ഞ നിറത്തിലാക്കി മാറ്റണം. അതിന് ഇത്തരത്തിൽ RTO ഓഫീസുകളിൽ ഇത് സംബന്ധിച്ച ബൈക്കുകളുടെ എല്ലാ പരിശോധനകളും പൂർത്തിയാക്കി. അതായത് പൊല്യൂഷൻ, അതോടൊപ്പം തന്നെ വിവിധ പരിശോധനകൾ, വണ്ടിയുടെ കണ്ടീഷൻ, ഇതിനകത്തൊക്കെ ചില പരിശോധനകൾ നടത്തിയതിനു ശേഷം ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വാഹനത്തിൻ്റെ ബോർഡ് മഞ്ഞ ബോർഡാക്കി മാറ്റിയാൽ മാത്രമേ ഇത്തരത്തിൽ ബൈക്കുകൾക്ക് ടാക്സികളായി ഓടുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. നിലവിൽ എന്നാൽ കേരളത്തിൽ, അതായത് യൂബർ പോലെയുള്ള, റാപ്പിഡോ പോലെയുള്ള ഓൺലൈൻ ടാക്സി ആപ്ലിക്കേഷനുകളിൽ നിലവിൽ ഇത്തരത്തിൽ നമ്പർ പ്ലേറ്റുകൾ മഞ്ഞയാക്കാത്ത വാഹനങ്ങൾ ഓടുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ വാഹനങ്ങൾ ഓടുന്നത് നിയമവിരുദ്ധമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ RTO ഉദ്യോഗസ്ഥർ തന്നെ ഇത്തരത്തിൽ ബൈക്കുകൾ ബുക്ക് ചെയ്തതിന് ശേഷം അതായത് റൈഡ് എടുക്കുന്നതിന് വേണ്ടി ബൈക്കുകൾ എത്തുമ്പോഴാണ് ഇത് RTO ബുക്ക് ചെയ്തതാണെന്നുള്ള വിവരം അറിയുന്നതും ഈ ബൈക്കുകൾ പിടിച്ചെടുക്കുകയും ഇതിന് ഉയർന്ന പിഴ ഈടാക്കുകയും ചെയ്ത വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ കൊച്ചിയിൽ ഉൾപ്പെടെ നടന്നതാണ്. അതായത് ഇത്തരത്തിൽ അനധികൃതമായ, അതായത് മഞ്ഞ നിറത്തിലുള്ള ബോർഡില്ലാത്ത സ്വകാര്യ വാഹനങ്ങളിൽ ബൈക്ക് ടാക്സി ഉപയോഗപ്പെടുത്തുമ്പോൾ ഈ യാത്രക്കിടയിൽ ഏതെങ്കിലും നിലയിലുള്ള അപകടമോ മറ്റും ഉണ്ടായാൽ യാത്രക്കാരന് യാതൊരു വിധത്തിലുള്ള സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം സ്വകാര്യ വാഹനങ്ങളിൽ വാഹനങ്ങളുടെ ഡ്രൈവർ അല്ലെങ്കിൽ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് ഇൻഷുറൻസ് പോലെയുള്ള കവറേജ് ലഭിക്കുക. സ്വകാര്യ വാഹനങ്ങളിൽ അതിൽ യാത്രക്കാരായ ആളുകളെ ഉൾപ്പെടുത്തുമ്പോൾ അവർക്ക് അത്തരത്തിലുള്ള പരിരക്ഷ ഒന്നും തന്നെ ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ സ്വാഭാവികമായും മഞ്ഞ ബോർഡ് വെച്ച് അല്ലെങ്കിൽ അത്തരത്തിലേക്ക് മാറ്റിയെങ്കിൽ മാത്രമേ ആ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഇൻഷുറൻസ് കവറേജും മറ്റും ലഭിക്കുകയുള്ളൂ. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട വ്യാപകമായ പരിശോധന നടത്തിയിരുന്നു. ഒട്ടേറെ ആളുകൾ, പ്രത്യേകിച്ച് യുവാക്കൾ, വിദ്യാർത്ഥികളെല്ലാം തന്നെ പാർട്ട് ടൈമായും മറ്റും ഇത്തരത്തിൽ ഊബർ ഉൾപ്പെടെയുള്ള ഓല പോലെയുള്ള, റാപ്പിഡോ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ പാർട്ട് ടൈമായി മറ്റും ബൈക്ക് ടാക്സി ഓടുന്നുണ്ട്. എന്നാൽ നിയമങ്ങൾ പാലിച്ച് ബൈക്ക് ടാക്സി കേരളത്തിൽ നിയമവിധേയമാണ്. എന്നാൽ നിയമങ്ങൾ പാലിച്ച് മഞ്ഞ ബോർഡുള്ള വാഹനങ്ങൾ മാത്രമേ ഇത്തരത്തിൽ ബൈക്ക് ടാക്സിയായി ഉപയോഗപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. നമ്മളും അതായത് പൊതുവെ കാർ ടാക്സിയും ഓട്ടോ ടാക്സിയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ബൈക്ക് ടാക്സിക്ക് പലപ്പോഴും വളരെ നിശ്ചിതമായ, വളരെ ചെറിയൊരു തുക മാത്രമേ നൽകേണ്ടി വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒട്ടേറെ ആളുകൾ ഈ ബൈക്ക് ടാക്സി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഉപയോഗപ്പെടുത്തുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ സുരക്ഷിതത്വം തന്നെയാണ്. സുരക്ഷിതമായ ഒരു യാത്രയ്ക്ക് ഇത്തരത്തിൽ സ്വകാര്യ വാഹനങ്ങളിലുള്ള ടാക്സി സേവനങ്ങൾ ഒരു സുരക്ഷിതമായ യാത്രയ്ക്ക് എതിരാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷിത യാത്ര ഉറപ്പുവരുത്തുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.